കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹസൻ മത്താറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഷവർമയുടെ ഒരു ബന്ധു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. കാരണം ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ടേസ്റ്റും വ്യത്യാസവും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയോട് കൂടിയിട്ട് ഈ ഒരു ഹസൻ മത്താർ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്തൂരി മസാല പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് ചിക്കൻ മസാല പൗഡറാണുള്ളത് അത് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേക്കും ഇതിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ മാരിനേറ്റ് ചെയ്യാനൊക്കെ വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് വേണം ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാൻ. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 8-10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹസൻ മത്താറിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി കുരുവും വെള്ളമൊക്കെ കളഞ്ഞത്, പിന്നെ കുറച്ച് ലെറ്റൂസ്, ഉള്ളി സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പിക്കിൾഡ് ഹാലപ്പീനോ എടുത്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഹാലപ്പീനോ ഇല്ലെങ്കിൽ ഈ കുക്കുംബർ കുറച്ച് എടുത്തിട്ട് ഉപ്പും സിർക്കയും ചേർന്ന വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. കാരണം ഈ ഒരു പിക്കിളിൻ്റെ ഒരു പുളിരസം വരുന്നത് ഷവർമ പോലെ തന്നെ ഇതിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതാ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഫ്രൈ ചെയ്ത് പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഹസൻ മത്താർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുബൂസാണ്. കുറച്ചുകൂടി ചെറിയ കുബൂസാണെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. ഇതിപ്പം ചെറുതാണ്, എന്നാൽ പോലും ഇതിനേക്കാളും ചെറുത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പിളർന്നിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗാർലിക് സോസാണ്. മയണൈസും ചേർക്കാം, പക്ഷേ ഗാർലിക് സോസാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഗാർലിക് സോസ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഗാർലിക് സോസ് പുരട്ടിയതിന് ശേഷം മുകളിൽ കുറച്ച് ഹമൂസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹമൂസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതത്ര നിർബന്ധമുള്ള കാര്യമല്ല. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ നിന്നും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ തന്നെ കുക്കുംബർ, ലെറ്റൂസ്, തക്കാളി, ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാ വെജിറ്റബിൾസും, ലെറ്റൂസൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ എടുത്തിരിക്കുന്ന ഹാലപ്പീനോ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഹോട്ട് സോസാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബഫല്ലോ സോസാണ് എടുത്തിട്ടുള്ളത്, റെഡ് ഹോട്ട് സോസ്. സാധാരണ ഹോട്ട് സോസ് ഉണ്ടായാലും മതി കേട്ടോ. ഈ ഹസൻ മത്താറിന് ഷവർമയിൽ നിന്നും നമുക്ക് വേറെ ആയിട്ട് കാണാൻ പറ്റുന്നതിന് ഈ ഒരു ഹോട്ട് സോസ് ചേർക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു നല്ലൊരു പുളി രസം, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഇത് കുറച്ചൊന്ന് വ്യത്യസ്തനാവുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചീസ് സ്ലൈസസ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതിന് പകരം ഷ്രെഡ് ചെയ്ത ചീസാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ചീസ് ഞാൻ വെക്കുന്നുണ്ട്. ഇത്രയും നിർബന്ധമില്ല കേട്ടോ, ഒരെണ്ണം വെച്ചാലും മതി. ചീസ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഒരെണ്ണം മാത്രം വെച്ചാൽ മതിയാവും. ഇനി കുബൂസിൻ്റെ മറ്റേ ഭാഗം കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഞാനിതൊരു ഗ്രിൽ പാനിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇലക്ട്രിക് ഗ്രിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്രിൽ പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രിൽ പാൻ ഇല്ലെങ്കിൽ സാധാരണ ഫ്രൈങ് പാനിൽ വെച്ചിട്ടും ചെയ്യാം. ഞാനിത് ആ ഒരു ചെറിയ ഡിസൈൻ, ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ വന്നോട്ടെ എന്ന് വെച്ചിട്ട് ഗ്രിൽ പാനിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ഫ്രൈങ് പാൻ ആയാലും മതി. അപ്പോൾ ഇതുപോലെ പതുക്കെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 1.5-2 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി തിരിച്ചിട്ടതിന് ശേഷം അടച്ച് വെക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം ഈ ഒരു കുബൂസ്. അപ്പോൾ ഫുൾ ടൈം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇനി തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോഴേക്കൊന്ന് ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ടുണ്ട്. കുബൂസ് ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഷവർമയേക്കാളും ടേസ്റ്റിയാണിത്. ആ ഒരു ഹോട്ട് സോസിൻ്റെ നല്ലൊരു ഫ്ലേവറും പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഹമൂസും ചീസും ഒക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് പേരുണ്ടാക്കുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്